പ്രിയപ്പെട്ടവരെ നമസ്കാരം. അഗ്രിവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ മുല്ലയെക്കുറിച്ച് വിശദമായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളെ പലരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ പറയുന്നത് പിച്ചിയുടെ പരിചരണത്തെക്കുറിച്ചാണ്. പിച്ചി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം, നല്ല സുഗന്ധമുള്ള ഒരു പൂവാണ് പിച്ചിപ്പൂവ്. പിച്ചിപ്പൂവ് 1-2 വെറൈറ്റി ഉണ്ട്. അപ്പോൾ പിച്ചിക്കും ഈ മുല്ലയുടെ അതേ പരിചരണമാണ് ആവശ്യമുള്ളത്. ജാസ്മിനം ഗ്രാൻഡിഫ്ലോറ എന്നറിയപ്പെടുന്ന പിച്ചിയിൽ നിന്നാണ് സുഗന്ധ വസ്തുക്കളായ സോപ്പുകൾ, അതുപോലെ ജാസ്മിൻ ഓയിൽ ഇവയൊക്കെ ഉണ്ടാക്കപ്പെടുന്നത്. വിപണന സാധ്യത ഉള്ളതിനാൽ ഇത് നല്ല രീതിയിലാണ് കൃഷി ചെയ്ത് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പല വിധത്തിലുള്ള പെർഫ്യൂമുകളിൽ ഇതിൻ്റെ തൈലമാണ് ഉപയോഗിക്കുന്നത്. ഔഷധ പ്രാധാന്യമുള്ളതിനാൽ ഇത് ധാരാളം കയറ്റുമതി ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കേരളത്തിലെ കാലാവസ്ഥയിലും അതുപോലെ മറ്റ് പല സ്ഥലങ്ങളിലും ഇത് കൃഷി ചെയ്ത് വരുന്നുണ്ട്. നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളിൽ മുല്ലയേക്കാൾ കൂടുതൽ പ്രാധാന്യം പല സ്ഥലത്തും പിച്ചിക്കാണ്. പിച്ചിപ്പൂ ഉപയോഗിക്കുന്ന ഓരോരോ ആചാര അനുഷ്ഠാനങ്ങൾ, കല്യാണങ്ങൾ, ആഘോഷങ്ങൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് ഈ പിച്ചിപ്പൂ ഉപയോഗിക്കുന്നത്. പല സ്ഥലത്തും പല രീതിയിലാണ്. ചില ആചാരം അനുഷ്ഠിച്ച് പിച്ചിപ്പൂ മാത്രമാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ധാരാളമായിട്ട് പിച്ചിപ്പൂ കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് പല വെറൈറ്റി ഉണ്ട്. CO1, CO2, തിമ്മപ്പുറം, ലക്നൗ എന്നിവയാണ് പിച്ചിയുടെ ഇനങ്ങൾ. നല്ല ചൂടുള്ള കാലാവസ്ഥയും അതുപോലെ നീർവാഴ്ചയുള്ള സ്ഥലവുമാണ് പിച്ചി കൃഷിക്ക് അനുയോജ്യം. ഡിസംബർ, ജനുവരി മാസങ്ങളിലാണ് തൈകൾ നടേണ്ടത്. മുല്ലക്കൃഷി ചെയ്ത പോലെ തന്നെ ഇതിനും പ്രൂണിങ് ആവശ്യമാണ്. തറനിരപ്പിൽ നിന്ന് 45 സെൻറ്റിമീറ്റർ ഉയരത്തിൽ കമ്പുകോതൻ നടത്തേണ്ടതാണ്. ഗ്രാമസോൺ 20 EC കളനാശിനിയായിട്ട് ഉപയോഗിക്കാം. ഒക്ടോബർ, മാർച്ച് മാസങ്ങളിലാണ് നന തുടങ്ങേണ്ടത്. നന്നായിട്ട് നനയ്ക്കുന്നത് വഴി നല്ല വിളവ് ലഭിക്കും, അതായത് നല്ല പൂക്കൾ ലഭിക്കും. അപ്പോൾ മുല്ലയുടെ പോലെയുള്ള എല്ലാ പരിചരണവും ഇതിനും ആവശ്യമാണ്. പ്രത്യേകം നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലവും നീർവാഴ്ചയുള്ള സ്ഥലവും നമ്മൾ തിരഞ്ഞെടുക്കണം. അപ്പം പിച്ചി കൃഷിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. ഓക്കെ.